जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। जन वल्लभा गिरिवरधारी। गोपी जन वल्लभा गिरिवरधारी। यशोदानंदना व्रज जनरंजना। यशोदानंदना व्रज जनरंजना। यमुनतीरावनचारि। यमुनतीरावनचारि। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। गोपी जन वल्लभा गिरिवरधारी। गोपी जन वल्लभा गिरिवरधारी। यशोदानंदना व्रज जनरंजना। यशोदानंदना व्रज जनरंजना। यमुनतीरावनचारि। यमुनतीरावनचारि। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे।
Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare 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 Rama Hare Rama 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 Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Gauranika Jaya Gauranika Gauranika Jaya Gauranika
जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद अभय शरणारविंद भक्ति वेदांत स्वामी शील प्रभुपाद की जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद शील भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय अनंत कोटि वैष्णव वृंद की जय नमाचार्य श्री हरिदास ठाकुर की जय श्रीमद भगवद गीता की जय निताय गौर प्रेमानंदे। മുപ്പത്തൊന്നല്ലേ എടുത്തു കഴിഞ്ഞ ക്ലാസ് 32. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത രൂപം അധ്യായം 13 ശ്ലോകം 32. 13-ാം അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മാവയമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയം ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ. അനാദിത്വാൻ നിർഗുണത്വാത് യമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ കരോതി ന ലിപ്യതേ. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശബ്ദാർത്ഥം: അനാദിത്വാത് ശാശ്വതഭാവം കൊണ്ടും, നിർഗുണത്വാത് നിർഗുണത്വം ഹേതുവായിട്ടും, അവ്യയ അവ്യയനായ
അയം പരമാത്മാ, അഭൗതികനായ ഈ ആത്മാവ്, ശരീരസ്ഥ അപി, ശരീരസ്ഥനാണെങ്കിലും, കൗന്ദേയ, ഹേ കൗന്ദേയ, ന കരോതി, ഒന്നും ചെയ്യുന്നില്ല, ന ലിപ്യതേ, ഒന്നും ബാധിക്കുന്നതുമില്ല. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ. വിവർത്തനം. ശാശ്വതത്വത്തിൻ്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. ഭാവാർത്ഥം. ഭൗതിക ശരീരത്തിൻ്റെ ഉത്പത്തിയിൽ ഒരു ജീവാത്മാവ് പിറന്നു എന്ന് തോന്നിപ്പോവും. വാസ്തവത്തിൽ ജീവാത്മാവ് ശാശ്വതനാണ്, ജനിച്ചിട്ടുമില്ല. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് അതീന്ദ്രിയനും സനാതനുമാണ്, നാശമില്ലാത്തതും. സ്വഭാവേന ആനന്ദമയനായ ആത്മാവ് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. തന്മൂലം ശരീര സമ്പർക്കം കാരണം ചെയ്യാൻ ഇടവരുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ബന്ധിക്കില്ല. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനരുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനർദൻ ശ്രീവിതാവിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപരേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കാമോ? നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 13-ാം അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അവസാനത്തെ കുറച്ച് 3-4 ശ്ലോകങ്ങളാണ് നമുക്കുള്ളത് ഈ അധ്യായത്തിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ശ്ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വായിച്ചതിന് ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നും. കാരണം നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ട ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരീരമാണോ ആത്മാവാണോ ഒരു സംശയം നമുക്ക് വരാം. കാരണം നമുക്കറിയാൻ സാധിക്കും, ശരീരം നമ്മൾ ധരിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ജനനാൾ മുതൽക്കേ നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തോടെ നമ്മൾ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നു, ഞാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് എൻ്റെ കൈ, അല്ലെങ്കിൽ എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് നമ്മൾ പറയും. പക്ഷേ എൻ്റെ എന്ന് പറയുമ്പോൾ അത് ആരാണ് ശരിക്കും? അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും എൻ്റെ എന്ന് പറയുന്നത് ആരാണ്? ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ആത്മാവാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും ഇതിൽ പറയാണ് ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആത്മാവിനൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്ന പോലെ തന്നെ ശാശ്വതത്വത്തിൻ്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. അപ്പം ഒരു സെൽഫ് റിയലൈസ്ഡ് അല്ല ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്കാണ് ഇത് അറിയാൻ സാധിക്കുക. അപ്പോൾ സാധാരണ നമ്മളിപ്പം ഈ ഒരു പാതയിലായതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഞാനാണ് ചെയ്യുന്നത്, ശരീരമാണ് ചെയ്യുന്നതെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ 3 ഗുണങ്ങളെ പറ്റി ഇവിടെ പറയുന്നത് അല്ലേ. അവ്യയനായ ആത്മാവാണ് അല്ലേ, അവ്യയനാണ്. നമുക്കറിയാം ആത്മാവ് അവ്യയൻ, ഒരിക്കലും നാശമില്ലാത്തതാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയാതീതമാണ്, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് ആത്മാവുള്ളത് അല്ലേ. അതുപോലെ തന്നെ സനാതനുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ആത്മാവ് ഭഗവാന്റെ കൂടെ തന്നെ ആയിരുന്നു അല്ലേ, ആത്മീയ ലോകത്തിലായിരുന്നു. പക്ഷെ കാരണം നമുക്ക് ഒരു സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ.
ഇപ്പോൾ നമുക്ക് ഒരാൾ എന്നെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ബൈ ഫോഴ്സ് ഒരു ശക്തി കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിരിക്കുകയാണ് ഒരു ആത്മാവിന്. നമുക്ക് വേണമെങ്കിൽ എന്നെ സ്നേഹിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം എന്നുള്ള ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ആക്ച്വലി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ ഭൗതിക ലോകത്തിൽ വന്ന് വീണ ആത്മാവിനും ഇവിടെ ഈ ഭൗതിക ലോകത്തിലും നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ നമുക്ക് ഫോളോ ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയെ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിലെ പല പല ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിരിക്കുകയാണ്. 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു വ്യക്തി, ഒരു ബുദ്ധിമാനായ വ്യക്തി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇത് എനിക്കും ബാക്കിയുള്ളവർക്കും ബെനിഫിറ്റഡ് ആണോ ഉള്ള ചിന്താഗതിയോട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻ്റലിജൻ്റായ ഒരു വ്യക്തി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് അത് എനിക്കും ബാക്കിയുള്ള എല്ലാ ജീവാത്മാക്കൾക്കും ബെനിഫിറ്റുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ബുദ്ധിമാനായ വ്യക്തി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ശ്ലോകത്തിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കറിയാൻ സാധിക്കും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ആത്മാവിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഭൗതിക ശക്തിയിലോട്ട് വിടാം, അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലേ? നമുക്കിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സത്സംഗത്തിൽ കുറേ പേർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ആ 2 ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സത്സംഗത്തിലേക്ക് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി പ്രചരണത്തിന് വേണമെങ്കിൽ പോകാം, അല്ലേ? ഇപ്പോൾ ഇലക്ഷൻ വരണം, അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പം എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് എനിക്കും ബാക്കിയുള്ളവർക്കും നന്മ വരുന്ന കാര്യമാണോ ചിന്തിക്കുമ്പോഴാണ് ഒരു ഇൻ്റലിജൻ്റായ വ്യക്തി, ഒരു ബുദ്ധിമാനായ വ്യക്തിയെ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ശാശ്വതമായിട്ടും ബെനിഫിറ്റുള്ള കാര്യം എന്താണ്? നമ്മളെന്താണ് ഇപ്പം നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമുക്ക് ചിലപ്പം ധനം സമ്പാദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേരും പ്രശസ്തിയൊക്കെ കിട്ടുകയായിരിക്കും. പക്ഷെ അതോടെ അതൊക്കെ നമ്മൾ ആ ഒരു ശരീരത്തോടെ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളായാലും ശരി, അതൊരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഈ ശരീരം വിട്ടു പോയാലും ആത്മാവിന് കൂടെ എന്നെന്നും അതിൻ്റെ ബലങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തന്മാരെന്താ ചിന്തിക്കുന്നത്, എപ്പോഴും എനിക്ക് എന്തെങ്കിലും സേവനം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം കിട്ടുമോ എന്ന് അപേക്ഷിക്കും. കാരണം എന്താണ്, അത് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ്, സ്പിരിച്വലായിട്ടുള്ള ബെനിഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ശ്ലോകത്തിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിൽ പറയുന്നുണ്ടല്ലോ, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു നമ്മൾ അവബോധത്തോടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സർക്കസിന് പോവാണ്. സർക്കസിന് പോയിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു JNTVയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റൈഡിൽ കയറാണ്, അല്ലേ? നമുക്കറിയാം എല്ലാവർക്കും റൈഡ് കയറാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ റൈഡിൽ കയറിയ ശേഷം നമുക്ക് ഭയങ്കര ഭയം വരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റൈഡിൽ കയറിയ ശേഷം, ഇപ്പോൾ കറങ്ങുന്ന സാധനത്തിൽ നമുക്ക് കയറാണ്. അപ്പോൾ കയറിയ ശേഷം ഞാൻ അവിടെ കയറി ഇരുന്ന ശേഷം എനിക്ക് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമ്മളതിൽ കയറി കഴിഞ്ഞാൽ അത് തീരുന്നവരിക്കും കറങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഭയപ്പെടും, നമ്മൾ ചിലപ്പം ഭഗവാനെ വിളിക്കും ഒക്കെ ചെയ്യും നമ്മൾ. എന്നിട്ട് അത് കറങ്ങിയ ശേഷം മാത്രമാണ് നമുക്ക് അതിലോട്ട് പുറത്തോട്ട് വരാൻ സാധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെ ആത്മാവായ നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ ഒരു റൈഡിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭൗതിക ലോകമാകുന്ന റൈഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ്, നമുക്കിങ്ങനെ റൈഡുള്ള പോലെ തന്നെ ഇവിടെ ഒരു 14 പ്ലാനറ്ററി സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത് എനിക്ക് നിർത്തണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഒരു വ്യക്തി അടുത്തുണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൈഡിൽ കയറി ചിലപ്പോൾ നമുക്ക് നിർത്താൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു മനുഷ്യജന്മം എടുത്തൊരു വ്യക്തിയെ അപേക്ഷിച്ച് ആ വ്യക്തിക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തിന് അപേക്ഷിക്കാം. അപ്പം അങ്ങനെ കാരുണ്യത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക്, ആത്മാർത്ഥമായിട്ട് ഭഗവാനെ അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന് ഭക്തന്മാർ വഴിയും ഭഗവാൻ വഴിയും ഒരു ആത്മീയ ഗുരുവിനെ അദ്ദേഹത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ ഗുരുവാണ് അദ്ദേഹത്തിനെ പിന്നെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒരു ഓപ്ഷൻ ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇനി ഇപ്പോൾ ഞാൻ പല പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, പല പല തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കിട്ടിയൊരു ഓപ്ഷൻ എന്താണ്, നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽക്കും
ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടും ഈ ഒരു ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ കരുണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നമ്മൾ തെറ്റുകൾ ചെയ്താലും, എത്രത്തോളം ഭഗവാനെ കുറ്റം പറഞ്ഞാലും, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഭഗവാൻ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണെങ്കിലും ശരി, ആ വ്യക്തിക്ക് കൂടി ഈ ഒരു ഓപ്ഷൻ ഭഗവാൻ തരികയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഭഗവാന്റെ ആ കാരുണ്യത്തിന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഭഗവാൻ എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, പല ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുത്തി എന്നൊക്കെ നമ്മൾ കുറ്റം പറയാറില്ല. പക്ഷെ അത് നമുക്ക് ശരിയായ രീതിയിലൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തന്മാരുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോൾ ഭഗവത്ഗീതയ്ക്ക് മുമ്പ് വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഭഗവത്ഗീതയുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ശ്രീല പ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് എന്താണ് ഭഗവാൻ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭഗവാനെയും ഭക്തന്മാരെയും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു തത്വത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ തെറ്റുകൾ ചെയ്തു അല്ലെങ്കിൽ പല പല കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇനി മുതലെങ്കിലും നമ്മൾ നന്നാവാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നന്നാവുന്ന ഒരു വ്യക്തിക്ക്, ആത്മാർത്ഥമായിട്ടും നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ ഹെൽപ്പ്, ഭഗവാന്റെ കാരുണ്യം നമുക്ക് എപ്പോഴും കിട്ടുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ കാരുണ്യം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് നേടുന്നത്? നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളിലൂടെയാണ്, അല്ലേ? അപ്പോൾ ആ തിരുനാമങ്ങൾ ജപിക്കാൻ വേണ്ടി യാതൊരു ക്വാളിഫിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ തിരുനാമങ്ങളെ ശരണം പ്രാപിച്ച് ഈ ഒരു യുഗത്തിലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഏതൊരു വ്യക്തിക്കായാലും ശരി. അതിന് ഒരു വ്യക്തിക്ക് ഒരു ഉയർന്ന കുലത്തിൽ ജനിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ഭാരതത്തിൽ ജനിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പാണ്ഡിത്യം വേണമെന്നില്ല. ഏതൊരു വ്യക്തികൾക്ക് കൂടി ഭഗവാന്റെ തിരുനാമങ്ങൾ ശരണം പ്രാപിച്ച് അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് അറിയാൻ സാധിക്കും, ശ്രീല പ്രഭുപാദ് 1965 അദ്ദേഹം ജലദൂതയിൽ അദ്ദേഹം പോവാണ്, അല്ലേ? അമേരിക്കയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ കൃഷ്ണനെ പറ്റി യാതൊരു അറിവുമില്ല, അല്ലേ? എന്നാലും പക്ഷെ എന്ത് സംഭവിച്ചു? ശ്രീല പ്രഭുപാദ് എന്ന പരിശുദ്ധ ഭക്തനിൽ നിന്ന് അവർ ആ തിരുനാമങ്ങൾ കേട്ട് അവർക്ക് ആ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി ഉണർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തി അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തുള്ള ആ പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരുടെ ഹൃദയത്തിലും ഉള്ളൊരു കാര്യമാണ്. അതൊരിക്കലും നമ്മൾ പുറത്തുപോയി വാങ്ങേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധ്യകവനോ ശ്രവണാദി സുചിത്ത് കരവുദോയ്. അപ്പോൾ അതായത് ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ശ്രവണ കീർത്തനം കൊണ്ട് നമ്മളതിനെ റീഅവേക്കൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രവിക്കുമ്പോഴും കീർത്തനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ശ്രവണവും കീർത്തനവുമാണ്. കാരണം അതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ മുക്തിയെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി ശ്രദ്ധയോടെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്തന്മാരിൽ നിന്നും പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരുശിക്ഷ പരമ്പരയിൽ നമ്മൾ കേൾക്കാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രീല പ്രഭുപാദിൽ നിന്നും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഭക്തന്മാരിൽ നിന്നും കേൾക്കുക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയപരമായിട്ട് മുന്നേറുന്ന വ്യക്തിയാണ് ശരിയായിട്ടുള്ളൊരു ബുദ്ധിമാനായ വ്യക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഭൗതികപരമായിട്ട് മുന്നേറുന്ന വ്യക്തിയല്ലേ ഇൻ്റലിജൻറ്റ്, ആത്മീയപരമായിട്ടുള്ള വ്യക്തിക്ക് എന്താണ് നേട്ടമുള്ളത് എന്നുള്ള നമുക്ക് സംശയം നമുക്ക് വരാൻ സാധിക്കും. പക്ഷേ മനസ്സിലാക്കും, ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും അതൊക്കെ താൽക്കാലികമാണ്, അല്ലേ? നമുക്ക് ഈ ശരീരം നഷ്ടപ്പെടുന്ന കൂടെ തന്നെ നമുക്കത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി ഇപ്പോൾ ഭൗതികപരമായിട്ട് മുന്നേറുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിലൂടെ എനിക്ക് സന്തോഷം കിട്ടും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഭൗതികപരമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾ എത്രത്തോളം നമുക്ക് ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അത് നമ്മൾ കുറച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് മടുത്തു പോകും. അപ്പോൾ നമുക്ക് ആ സന്തോഷം എന്ന് പറയുന്നത് പരിമിതമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മറുതലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആധ്യാത്മികപരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആധ്യാത്മികപരമായിട്ട് മുന്നേറുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടും ഇതുകൊണ്ട് ഭക്തനും ഭഗവാനും എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടുന്നതാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പറയുന്നത്, അല്ലേ? കാരണം എന്താണ്? ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ ഒരു വൃക്ഷത്തിൻ്റെ വേരാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വൃക്ഷങ്ങളുടെ പൂക്കൾക്കും പുഷ്പങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എല്ലാം വെള്ളം അവിടെ എത്തിച്ചേരാണ്, അല്ലേ? അപ്പോൾ അതിനെല്ലാം ആ തുഷ്ടി കിട്ടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഭക്തനെ സന്തോഷിക്കും, ബാക്കി എല്ലാ ജീവജാലങ്ങളും സന്തോഷം കിട്ടും. അപ്പോൾ അതുകൊണ്ട്
ശരിക്കും ഒരു ബുദ്ധിമാനായ വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്, അപ്പം ഞാൻ ഒരു ഭക്തിയുത സേവനം ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ടും ഇൻ്റലിജൻ്റായ വ്യക്തി അല്ലെങ്കിൽ ബുദ്ധിമാനായ വ്യക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടി അതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ സമ്പത്തോ അല്ലെങ്കിൽ നമ്മൾ പേരോ പ്രശസ്തിയൊക്കെ കൈവരിച്ചാലും അതൊക്കെ എന്ത് സംഭവിക്കും, നമ്മുടെ മരണത്തിന് ശേഷം അതൊക്കെ എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് നമ്മളാവുന്ന ഈ ജീവാത്മാവിന് യാതൊരു പ്രയോജനം നമുക്ക് ഇല്ല. ചിലപ്പോൾ നമ്മളെ ബാക്കിയുള്ള തലമുറയ്ക്ക് അത് സമ്പത്തോ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിലും പക്ഷെ അതിനെക്കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്പിരിച്വൽ ലൈഫ് തന്നെയാണ്. പക്ഷെ അതിന് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ സെൻറ്റർ ചെയ്യേണ്ടത് എന്താണ്, ഭഗവാൻ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, നമ്മുടെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ഷാഡോ ആണ്, നിഴലാണ്. നമ്മൾ സ്പിരിച്വൽ ലൈഫ് നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്പിരിച്വൽ ലൈഫ് നമ്മൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭൗതിക ജീവിതം അതനുസരിച്ച് ഒരു ഷാഡോ നിഴൽ പോലെ തന്നെ അതിനെ ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ആ ഭൗതിക ജീവിതം അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കയ്യിലല്ല ഉള്ളത്, അത് ഭഗവാന്റെ കയ്യിലാണുള്ളത്. നമ്മുടെ കർമ്മങ്ങളനുസരിച്ചാണ് നമുക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ അതിന് താഴെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആധ്യാത്മികപരമായിട്ടും ഭൗതികപരമായിട്ടും എല്ലാ രീതിയിലുള്ള ആക്ച്വലി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ആത്മാവെന്ന് പറയുന്ന ഈ ശരീരസ്ഥനായ ആത്മാവല്ല ചെയ്യുന്നത്, ശരീരമാണ് ചെയ്യുന്നത്. കാരണം ശരീരം ഈ ഭൗതിക പ്രകൃതി കാരണമാണ് പല പല കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ആത്മാവിന് ആക്ച്വലി പ്യൂറായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെന്ത് സംഭവിച്ചു, നമ്മൾ ഭൗതിക പ്രകൃതിയായിട്ട് നിരന്തരം നമ്മൾ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണമായിട്ട് നമ്മൾ ഇടപഴകുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു പോകുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ സാധിക്കാം, അല്ല എൻ്റെ റിയൽ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ തമോ ഗുണത്തിനും രജോ ഗുണത്തിനും സത്വഗുണത്തിനും മുകളിൽ ശുദ്ധസത്വത്തിലാണ് വരണം എന്നുള്ള ആ ചിന്താഗതി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക. അതിനാണ് നമുക്ക് തിരുനാമങ്ങളുള്ളത്. കാരണം നിരന്തരം ആ തിരുനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിക്കും അതിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും എപ്പോഴും ഭഗവാനായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രീല പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ നിരന്തരം വായിക്കും, അത് മനസ്സിലാക്കിയ വ്യക്തിയിൽ നിന്ന് കേൾക്കുന്ന സമയത്താണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു അടി കൊടുക്കുന്ന പോലെയാണ് നമുക്കിത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കും, ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടത് ഈ വഴിയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഒരു സാധന ഭക്തിക്ക് നമ്മൾ ഒരു സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന് ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിയലായിട്ട് ലൈഫിൽ മുന്നേറാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് പല പല സ്ട്രഗിൾസാണുള്ളത്. കാരണം നമ്മൾ പുറത്ത് പോകുന്ന വ്യക്തികൾക്കും നമ്മൾ പല പല കാര്യങ്ങൾ കാണുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് ചെയ്താൽ ശരിയാവോ അത് ചെയ്താൽ ശരിയാവോ അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം എൻ്റെ മനസ്സ് എന്ന് പറയുന്നതാണോ പെർഫെക്റ്റ് അല്ല ഭഗവാനാണോ പെർഫെക്റ്റ് ഉള്ള കാര്യം നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം മനസ്സ് പല പല കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ, പല പല കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു എന്നിട്ട് നമുക്ക് സക്സസ് ഇതുവരെ കിട്ടിയില്ല, പല പല നമുക്ക് തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഭഗവാന്റെ ഈ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഗുരുപരമ്പരയിലൂടെ അത് സ്വീകരിച്ച് നമ്മൾ മുന്നേറുന്നൊരു വ്യക്തിക്ക് ആണ് ആക്ച്വലി ലൈഫിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പെർഫെക്ഷൻ നേടിക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ മനസ്സ് പല പല കാര്യങ്ങളും പല പല പ്രോമിസുകൾ തരുവാണെങ്കിൽ കൂടി നമ്മളെപ്പോഴും ചിന്തിക്കുക, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആത്മീയപരമായിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നിരന്തരമായിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും അങ്ങ് ശ്രീല പ്രഭുപാദൻ്റെ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ശാസ്ത്ര ചക്ഷു എന്ന് പറയുന്നത് എന്താണ്, ശാസ്ത്രം എന്ന് പറയുന്നത് ചക്ഷു എന്ന് പറയുന്നത് കണ്ണാണ്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വരുമ്പോഴും അതിനെ ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്താ സംഭവിക്കുക, നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും, അതെങ്ങനെ എനിക്ക് ആത്മീയപരമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ ഞാൻ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ആ ഒരു ബുദ്ധിശക്തിയും ഭഗവാൻ നമുക്ക് തരും പല സിറ്റുവേഷൻസിനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ ലൈഫിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളെപ്പോഴും അത് ഗുരു സാധു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഞാൻ എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഗുരുവും സാധുവും ശാസ്ത്രം അനുസരിച്ചാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അത് അനുസരിച്ചാണ് ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് സംശയം വരും, എനിക്ക് ചിലപ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ഗുരു സാധു ശാസ്ത്രം അടിസ്ഥാനമായിട്ടാണോ ഞാനിത് തീരുമാനങ്ങൾ എടുക്കുന്നത്
അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സംശയം വരുന്ന സമയത്ത് നമ്മൾ ആധ്യാത്മിക ഗുരുവിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്ന വ്യക്തികൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ലൈഫിൽ വരില്ല. കാരണം എന്താണ്, അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് അവരെടുക്കുന്നത്. അല്ലാത്ത പ്രകാരം നമ്മുടെ മനസ്സനുസരിച്ച് ഓരോ തീരുമാനം എടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്, മനസ്സ് ഇന്ന് പറയും ഇത് ശരിയാണ്, നാളെ പറയും അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ജീവിതം അന്ത്യമായിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, നമ്മൾ ഭഗവാനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നാശം നമുക്ക് ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് 18-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹംതാ സർവ പാപേഭ്യോ മോക്ഷയിസാമി മാ ശുചഃ. അപ്പം നമുക്ക് പല പല ആങ്സൈറ്റി ഉണ്ടാവും. അപ്പം നമുക്ക് പല പല പേടികളും നമുക്ക് പല പല ഉത്കണ്ഠകളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷേ ഈ ഉത്കണ്ഠകളൊക്കെ നമുക്ക് നമ്മളെ കഴിവുകൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല, ഇല്ലേ? നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ കൂടുതൽ ഉത്കണ്ഠകൾ ഉണ്ടാവും ലൈഫിൽ. അപ്പോൾ അതിനെ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വഴി? ആ ഉത്കണ്ഠകൾക്കൊക്കെ സമാധാനം തരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ ഭയത്തിൽ നിന്ന് നമുക്ക് ഫുള്ളി നമുക്ക് പുറത്തോട്ട് വരാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിശ്വാസത്തോടെ കൊണ്ടുവരാം. അപ്പോൾ ആ വിശ്വാസം നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തന്മാരുടെ സംഘം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്ക് ആ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ആൾക്കാർ അത് പറയും ഇത് പറയുമ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തോന്നും, അല്ല ഞാൻ ഇത് ചെയ്താലോ അത് ചെയ്താലോ ശരിയാവും എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് നമുക്ക് ഭക്തന്മാരുടെ സംഘത്തിൽ നിരന്തരം നമ്മൾ വരിക, കേൾക്കുക, പിന്നെ നമ്മൾ സേവനങ്ങൾ ചെയ്യുക. അപ്പോൾ ആ സേവനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യം ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെയാണ് വരിക? ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് ആക്ച്വലി വന്നിട്ട്. ഭഗവാൻ നേരിട്ട് നമുക്ക് അനുഗ്രഹം തരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ ഒരു ഭക്തനെ നമ്മൾ പ്ലീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഭഗവാനും പ്ലീസ്ഡ് ആവും. അതുകൊണ്ട് നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്തന്മാരും പ്ലീസ്ഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ പ്ലഷർ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ പക്ഷെ നമ്മൾ മനസ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്നും ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മളെ ബുദ്ധിയെ ഷാർപ്പൺ ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് ശാസ്ത്രങ്ങൾ വായിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഈ ബുദ്ധിയെ നമുക്ക് ഷാർപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട്, മനസ്സുമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് ബുദ്ധി കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ബുദ്ധിയെ മുകളിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധിക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ലോജിക്കലി മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്കതിനെ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ബുദ്ധിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ബുദ്ധിയെ നമുക്ക് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. കാരണം നമ്മളെ ബുദ്ധി കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള കാര്യമാണ്. കാരണം ബുദ്ധിക്ക് പല പല കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, ബുദ്ധിക്ക് പല പല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മനസ്സ് എന്താ ചെയ്യുന്നത്? മനസ്സ് എപ്പോഴും പറയുന്നത് അല്ല, നീ അതൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നാണ് മനസ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ബുദ്ധിയെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് നമുക്ക് കൃഷ്ണാബോധം നമുക്ക് തരുന്നത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ശാസ്ത്രങ്ങളും ഭക്തന്മാരും നമ്മൾ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ ചെയ്യുക? നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ ജപിക്കുക, ശാസ്ത്രങ്ങൾ വായിക്കുക, ഭഗവാനിൽ നിന്ന് കേൾക്കുക, സേവനങ്ങൾ അനുഷ്ഠിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തി കൃഷ്ണാബോധത്തിൽ ഇരിക്കുന്നതാണ് ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യേണ്ടതായിരുന്നു പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അതിനാണ് ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്കുള്ളത്, അല്ലേ? നമുക്ക് പല പല കാര്യങ്ങളുള്ള സമയത്ത് നമുക്ക് ഒരാൾ ഇത് പറയും അത് പറയും, അപ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരില്ല. കാരണം ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങളും അതേ ലെക്ചേഴ്സൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ബുദ്ധിയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക, അതിനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ശരീരം ആവുന്ന ഈ ശരീരത്തിൽ അകപ്പെട്ട ആത്മാവ് എന്ന് പറയുന്ന വ്യക്തി ആത്മാവിൻ്റെ റിയൽ ഡ്യൂട്ടി എന്താണെന്നും നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ട നമുക്ക് പല പല ഡ്യൂട്ടീസ് ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം? ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങളും ഭഗവാൻ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ നിരന്തരം നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ ഭക്തന്മാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വിശ്വാസം കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഭക്തമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ബാക്കിയുള്ള ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കയറും, അല്ലേ? അത് കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സാഹമാണ് നമ്മുടെ ലൈഫിൽ. അപ്പം ശ്രീല പ്രഭുപാദ് ലീലാമൃതയിൽ ഞാൻ റീസെൻ്റ്ലി വായിക്കായിരുന്നു. അപ്പോൾ അതിലും പ്രഭുപാദ് അവർ 6 പേരെയാണ് അവർ ലണ്ടനിലോട്ട് അയച്ചത് പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കൃഷ്ണാബോധത്തിനെ പറ്റി കാര്യമായിട്ടുള്ള അത്ര ഫിലോസഫിക്കലായിട്ട് ഇത്രയൊന്നും ക്ലാസ്സുകൾ കൂടി അവർ കേട്ടിട്ടുണ്ടാവില്ല നമ്മളെ അപേക്ഷിച്ച്. പക്ഷെ എന്നാലും ആ 6 പേര്
ശീല പ്രഭുപാദ് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ 6 പേര് പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടനിലോട്ട് പോകണം. എൻ്റെ ഗുരുമഹാരാജൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ വലിയൊരു കൃഷ്ണബോധ പ്രസ്ഥാനത്തിന് പ്രചരിപ്പിക്കാൻ ഒരു അമ്പലം കെട്ടണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം അങ്ങനെയാണ് ശീല പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരായ ഗുരുദാസ് പ്രഭു, യമുന മാതാജി, പിന്നെ മുകുന്ദ പ്രഭു ആയിരുന്നു അദ്ദേഹം, മുകുന്ദ പ്രഭു, ജാനകി മാതാജി, പിന്നെ ശ്യാം സുന്ദർ പ്രഭു, യമുന മാതാജി. അപ്പം ഇങ്ങനെ ഇത്രയും പേരാണ് അവർ 6 പേരായിട്ടാണ് അവർ പോയത് ആക്ച്വലി. അപ്പോൾ 3 ഗൃഹസ്ഥ കപ്പിൾസ് ആയിരുന്നു അവർ വന്നിട്ട്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല ലണ്ടനിൽ പോയിട്ട് അവിടെ പ്രചരണം ചെയ്യണം, ഒന്നുമേ അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ 6 പേര് പറഞ്ഞു, ശീല പ്രഭുപാദ് പറയുന്നുണ്ടല്ലോ, ശീല പ്രഭുപാദ് എന്ത് പറയുന്നോ അത് അൾട്ടിമേറ്റ്ലി നമ്മളെ ബെനിഫിറ്റിനാണ്, ഇത് ഭഗവാനെ പ്ലീസ് എന്നുള്ള ആ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 6 പേരും കൂടി ലണ്ടനിലോട്ട് പോവാണ്. അപ്പോൾ അവർക്ക് പോയി അവിടെ ഒരു പാർപ്പിടം കൂടി ഉണ്ടായിരുന്നില്ല അവർ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 പേരും 3 കപ്പിൾസും പല പല സ്ഥലങ്ങളിൽ പോയി പ്രചരണം ചെയ്തു. അങ്ങനെ പല പല സ്ഥലങ്ങൾ അവർ മ്യൂസിക്കൊക്കെ ചെയ്ത് അങ്ങനെ അവർ ബീറ്റിൽസിനൊക്കെ കണ്ട് അങ്ങനെ ഒരുപാട് കൺവിൻസ് ചെയ്താണ് അവരങ്ങനെ കൃഷ്ണബോധ പ്രസ്ഥാനം അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശീല പ്രഭുപാദ് അവസാനം പ്രഭുപാദ് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഇടം കിട്ടിയ ശേഷം മാത്രം പ്രഭുപാദ് വന്നാൽ മതി എന്ന് മുകുന്ദ ഗോസ്വാമി പറഞ്ഞു. കാരണം ശീല പ്രഭുപാദ് വരാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്നാലും അവർ ചിന്തിച്ചു, അല്ല പ്രഭുപാദ് ഇവിടെ ഒന്ന് എന്ത് പ്രചരണം ചെയ്യാനും സാധിക്കും, ഇവിടെ ഒരു വീട് കൂടി നമുക്കില്ല, അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മീയ ഗുരുവിനെ എങ്ങനെ ഇങ്ങോട്ട് വരുത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അവർ അതിനുവേണ്ടി നിരന്തരം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ശീല പ്രഭുപാദിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ അവർ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് പ്രഭുപാദിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇന്നതുപോലെ വാട്സാപ്പോ അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊന്നും കേൾക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും അവർക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് പ്രഭുപാദ ഇൻസ്ട്രക്ഷൻസിനെ അവർ കേട്ടു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ഷൻസായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് സെപ്പറേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ ആത്മീയ ഗുരു ഇവിടെ ഇല്ല, അദ്ദേഹം അമേരിക്കയിലാണ് അല്ലെങ്കിൽ ലണ്ടനിലാണ് അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ആ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഉപദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് എന്നെന്നും ആ ആധ്യാത്മിക ഗുരുവിൻ്റെ അസോസിയേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനെ അവർ ആ ഉത്സാഹത്തോടെ അവരെന്ത് ചെയ്തു, അവർ നിരന്തരം ഇത് പ്രഭുപാദിനെ പ്ലീസ് ചെയ്യണം, നമുക്ക് ഇവിടെ പ്രചരണം ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെന്ത് സംഭവിച്ചു, അങ്ങനെ അവർ അൾട്ടിമേറ്റ്ലി അങ്ങനെ പ്രചരണം ചെയ്ത് അവിടെ അമ്പലം വന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശീല പ്രഭുപാദിൻ്റെ ഗുരു മഹാരാജായ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അവിടെ അയച്ചായിരുന്നു ലണ്ടനിൽ. അവർ 35 വർഷം അവിടെ പ്രചരണം ചെയ്തിട്ടും അവർക്ക് അവിടെ ഒരു ഭക്തനെ കൂടി ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ 3 ഗൃഹസ്ഥ കപ്പിൾസ് അവിടെ പോയിട്ട് അവർ വെറും ഒരു വർഷത്തിനകത്താണ് അവിടെ ഭക്തന്മാരെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു അമ്പലം അവർക്ക് കെട്ടാൻ സാധിച്ചത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് അവിടെ അവർ നമ്മളെ എന്തൂസിയാസം അല്ലെങ്കിൽ അവരുടെ ഉത്സാഹമാണ് അവിടെ കാര്യം. അവർ എത്രത്തോളം ഉത്സാഹത്തോടെ പ്രഭുപാദിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ അവർ ഫോളോ ചെയ്തത്, അതുകൊണ്ടാണ് അവർക്ക് അവിടെ വിജയം സംഭവിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പല പല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, നമുക്ക് പല പല അനർത്ഥങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉത്സാഹത്തോടെ ഭക്തിസേവനം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നിരന്തരം മെഡിറ്റേറ്റ് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിലും ഓരോ വ്യക്തികൾക്കും അതുപോലെ അവർ ശുദ്ധ ഭക്തിയിലോട്ട് ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഭക്തിയിൽ നമുക്ക് എന്ത് പല പ്രശ്നങ്ങളുണ്ടാവുമായിരിക്കും, നമുക്ക് പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നമ്മുടെ ഭക്തി കുറേയും കൂടെയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീല പ്രഭുപാദ് പറഞ്ഞാൽ എന്തൂസിയാസം ഇസ് ദ കീ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള താക്കോൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉത്സാഹമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഉത്സാഹം നഷ്ടപ്പെടുത്തുക. കാരണം ഉത്സാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം താല്പര്യം ഉണ്ടാവില്ലായിരിക്കും നാമം ജപിക്കാൻ, അല്ലെങ്കിൽ സത്സംഗത്തിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, നാമം ജപിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, ശ്രീല പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ സേവനങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കാം, ഞാൻ ഉത്സാഹത്തോടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇത് ഭഗവാനെയും പ്രഭുപാദിനെയും ഭക്തന്മാരെയൊക്കെ ഇത് സന്തോഷിപ്പിക്കുന്നുള്ള ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഉത്സാഹം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഉത്സാഹത്തോടെയും നമ്മൾ നിരന്തരം നമ്മളിത് ഡെയിലി നമ്മൾ ഭഗവാനെ നാമം ജപിക്കുക, ശ്രദ്ധയോടെ നാമം ജപിക്കുക. അങ്ങനെ ജപിച്ച് മുന്നോട്ട് വരുന്ന വ്യക്തികൾക്ക് നിരന്തരമായിട്ടും ഭഗവാന്റെയും പ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെ ഒക്കെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അതാണ് ഈ ക്ലാസ്സിലൂടെ പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. പ്രശ്നം ഓക്കെ താങ്ക് യു. അപ്പോൾ പ്രഭു പറഞ്ഞത് ബുദ്ധി മനസ്സിനെ പറ്റിയാണ് പ്രഭു ചോദിച്ചത്. അപ്പം ബുദ്ധി എന്ന് പറയുന്നത് അമ്മയും മനസ്സെന്ന് പറയുന്നത് കുട്ടിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധി അമ്മയും മനസ്സ് കുട്ടിയും ഉള്ള രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനെ ഒരു എക്സാമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്രഭു. അപ്പോൾ ഞാൻ പല ഉയർന്ന ഭക്തന്മാരിൽ നിന്ന് കേട്ടൊരു എക്സാമ്പിളാണ്, ഞാൻ ജസ്റ്റ് അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടി പറയാണ്, ഇപ്പോൾ കുട്ടിയുടെ പരീക്ഷ നടക്കുകയാണ്, എക്സാം നടക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, എനിക്ക് ഇന്ന് കളിക്കണം, നാളെ പരീക്ഷയാണ്, അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് പുറത്തു പോയി കളിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടി പുറത്തു പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്താ സംഭവിക്കുക, നാളെ പരീക്ഷയിൽ അദ്ദേഹം
തോൽക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് കാലക്രമേണ അദ്ദേഹത്തിന് സംഭവിക്കും, അദ്ദേഹത്തിന് മുന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലൈഫിൽ ഒരിക്കലും അദ്ദേഹം സക്സീഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്, അവിടെ ഞാനിപ്പം ആ കുട്ടി ചിന്തിക്കുന്നതാണ്, എനിക്കിപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കും, എനിക്ക് സന്തോഷം കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ സന്തോഷം കിട്ടും. പക്ഷേ ആത്യന്തികമായിട്ട് എന്ത് സംഭവിക്കും? കുട്ടിക്ക് ദുഃഖിക്കേണ്ടി വരും. എന്ന് കളിച്ചുകൊണ്ടിരുന്നതിന് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹം നോക്കാനോ അദ്ദേഹത്തിന് മുന്നോട്ട് ഉയർന്നു വരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജീവിതം മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് ഒരു ജോലിയോ അല്ലെങ്കിൽ ധനസമ്പാദ്യമോ അദ്ദേഹത്തിന് ഉണ്ടാവില്ല, അല്ലേ? എന്ത് സംഭവിക്കും? അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ആത്യന്തികമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അമ്മ എന്ത് പറയുന്നു? അപ്പം അമ്മ എന്ത് പറയും? അല്ല മോനെ, നീ ഇന്ന് കളിക്കരുത്, നീ ഇപ്പോൾ പഠിക്കൂ, പഠിച്ചിട്ട് നിനക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ വെക്കേഷൻ വരും, അപ്പോൾ നീ കളിച്ചോളൂ എന്ന് പറഞ്ഞ് ബുദ്ധി അവിടെ ബുദ്ധി എന്ത് സംഭവിക്കും? ബുദ്ധിയാവുന്ന അമ്മ ആ മനസ്സാവുന്ന കുട്ടിയെ അവിടെ കൺവിൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബുദ്ധി എന്ത് സംഭവിക്കും? ചിലപ്പോൾ ശകാരിച്ചിട്ടായിരിക്കും ആ ബുദ്ധി ആ കുട്ടിയെ കൊണ്ടുവന്നിരുന്ന് അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച കുട്ടിക്ക് നാളെ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും. അദ്ദേഹം ആ കുട്ടി പഠിച്ച് മുന്നോട്ട് വന്ന ശേഷം അന്ന് ചിന്തിക്കും, അന്ന് അമ്മ എന്നെ ശകാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് പഠിച്ച് ഇന്ന് എനിക്കൊരു അത്യാവശ്യം നല്ലൊരു ഉദ്യോഗ ജോലി കിട്ടിയതെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിനും അതുപോലെ തന്നെ മനസ്സ് നമുക്ക് പല പല കാര്യങ്ങൾ തരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ 7 മുതൽ 8 മണി വരെ ഇപ്പോൾ നമുക്ക് സത്സംഗം നടക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും എവിടെയെങ്കിലും പോയാലോ, കറങ്ങാൻ പോയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയാലോ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം ഞാൻ സിനിമ കാണാൻ പോയാലോ, അങ്ങനെ മനസ്സ് പറയും. അപ്പോൾ ബുദ്ധിയാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. അവിടെ ബുദ്ധി എന്താ പറയുക? അല്ല, നീ ഇപ്പോൾ സിനിമ കാണാൻ പോയാലും നിനക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും, പിന്നെ വരെ നീ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഭഗവാനെ പറ്റി കേൾക്കാനും നാമങ്ങൾ ജീവിക്കാനുള്ളൊരു അവസരമാണെന്ന് അവിടെ ബുദ്ധി നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധിയും മനസ്സും തമ്മിൽ. അപ്പോൾ നമുക്ക് ആ ബുദ്ധി കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ബുദ്ധിക്ക് ആ ശക്തി ഉണ്ടാവണം, അല്ലേ? മനസ്സിനെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ ബുദ്ധിക്ക് ആ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്തന്മാരുടെ സങ്കല്പത്തിൽ നിന്നും നമ്മൾ ശീലപ്രവണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് ബുദ്ധിക്ക് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പറയുന്നത്. അപ്പം ശ്രേയ പ്രേയ എന്നുള്ള 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ ശാസ്ത്രങ്ങൾ പറയും. അപ്പോൾ ശ്രേയസ് അല്ലെങ്കിൽ പ്രേയസ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. കാരണം അതിൽ പറയുന്നത് വെച്ചാൽ ശ്രേയസ് എന്ന് പറയുന്നതാണ് ആത്യന്തികമായിട്ട് എനിക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രേയസ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷേ ആത്യന്തികമായിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രേയസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുവിനെ ചിന്തിക്കാം, എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഇപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകുന്നു, പിന്നെ എനിക്ക് ഭാവിയിൽ ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യമാണോ, അല്ല എനിക്ക് എന്നെന്നോ ആത്യന്തികമായിട്ട് ബെനിഫിറ്റുള്ള കാര്യമാണോ? ഏതാണ് വേണ്ടത് പ്രഭുവിന്? എന്നെന്നോ ആത്യന്തികമായിട്ട് ബെനിഫിറ്റുള്ള കാര്യമാണ് വേണ്ടത്. അപ്പോൾ ആ കാര്യമാണ് നമുക്ക് ശാസ്ത്രങ്ങൾ തരുന്നത്. അപ്പം ഇവിടെ ആ ഒരു എക്സാമ്പിളോട് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് അമ്മയാണ്, കുട്ടി എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ കുട്ടി പല പല കാര്യങ്ങൾ പറയുകയാണെങ്കിലും ബുദ്ധിയാവുന്ന അമ്മയാണ് ആ മനസ്സാവുന്ന കുട്ടിക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല, ഇത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം കുട്ടിക്ക് ആ ഒരു ബുദ്ധി വളർന്നു വന്നിട്ടില്ല. കാരണം കുട്ടി ചിന്തിക്കുന്നതാണ്, എനിക്ക് ഇപ്പോൾ എന്ത് സന്തോഷമുണ്ടോ എന്ന് ഞാൻ ചെയ്യും, ആണ് കുട്ടി ചിന്തിക്കുന്നത്. പക്ഷേ അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മയ്ക്കറിയാം, കാരണം കുട്ടി ഇപ്പോൾ സന്തോഷം കിട്ടിയാലും നാളെ കുട്ടി ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അമ്മ എന്ത് പറയും? അല്ല കുട്ടി, നീ ഇപ്പോൾ വന്ന് പഠിക്കും, നീ പിന്നെ കളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനടുത്ത് പറയണം. മനസ്സ് ഇപ്പോൾ പറയും, നീ ഇപ്പോൾ എന്താ പറയുക, പുറത്ത് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകാം എന്നൊക്കെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിനോട് പറയാം, അല്ല പ്രിയപ്പെട്ട മനസ്സേ, നീ ഇപ്പോൾ ഒന്ന് ചെയ്യാൻ, നീ ഇപ്പോൾ ഇവിടെ വന്ന് ക്ലാസ്സിൽ വന്ന് ഇരിക്കുമോ, അല്ലെങ്കിൽ ഭഗവാനെ തിരുനാൾ ജപിക്കുമോ, അപ്പോൾ അതിനോട് നിനക്ക് സന്തോഷം കിട്ടുന്നുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പല പല ജന്മങ്ങളായിട്ട് നമ്മൾ മനസ്സ് പറഞ്ഞുകൊണ്ടാണ് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ആഗ്രഹം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നമ്മളെന്തായാലും എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി തരണമേ. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ബുദ്ധി നമുക്ക് തരാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. പിന്നെ അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യാം? പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ സൈഡിലുള്ള എൻഡവർ, അല്ലേ? നമ്മളിത് ഇടുക. മനസ്സങ്ങനെ തരുന്ന സമയത്ത് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അപ്പോൾ എന്ത് ചെയ്യുക? മനസ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഭക്തനെ ഫോൺ ചെയ്ത് വിളിക്കുക, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി നമ്മൾ ശ്രമം ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഡെയിലി നമ്മൾ പ്രാർത്ഥന ചെയ്യാനുള്ള കാര്യമാണ്. ഭഗവാന്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുന്നതിന് മുമ്പായിട്ടും തിരുനാമങ്ങൾ ജപിക്കുന്നതിന് മുമ്പായിട്ടും പറയാം, എൻ്റെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിനെ ഒരു സ്ഥലത്തോട് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഗുരുവിൻ്റെ അടുത്തും ശീലപ്രഭുവിൻ്റെ അടുത്തും ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കാര്യം കൊണ്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കും. ക്ലിയറായി ബ്രോ? മറ്റാർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ സംശയമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय.